ഓണം എത്തിയപ്പോൾ കച്ചവടക്കാരെ നഷ്ടത്തിലാക്കിക്കൊണ്ട് എണ്ണവില കുതിച്ചു കയറി. ഈ വിലക്കയറ്റത്തിൽ ജനങ്ങളും വലയുന്നു. ഓണവിഭവങ്ങളായ ശർക്കര വരട്ടിയും ചിപ്സിനും വില കൂടിയിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ശർക്കര വരട്ടിയും ഉപ്പേരിയും ഇല്ലാതെ മലയാളിക്ക് എന്തോണം? ഓണത്തെ അതിഗംഭീരമായി വരവേൽക്കാനിരുന്ന കേരളക്കരയെ നിരാശപ്പെടുത്തിക്കൊണ്ട് എണ്ണവില കുതിച്ചു കയറി. ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് വിപണിയും ഒപ്പം സാധാരണ ജനങ്ങളും നേരിടുന്നത്. എണ്ണവിലയിൽ വർധനവുണ്ടായതോടെ കച്ചവടം പ്രശ്നത്തിലായെന്ന് ചെറുകിട വ്യവസായികൾ അഭിപ്രായപ്പെടുന്നു. എണ്ണവില കൂടിയതോടൊപ്പം തന്നെ കായ വറുത്തത്, ചക്കവറ്റൽ, ശർക്കര വരട്ടി എന്നിങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ട വിഭവങ്ങൾക്കും നേരിയ വിലവർധന ഉണ്ടായി. അതിനാൽ ആളുകൾ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവയിൽ ആശ്രയിക്കാൻ തുടങ്ങി. വെളിച്ചെണ്ണയിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ള ഓയിലിലേക്ക് പോയി അതിന് തിരിച്ചു വരണം. മെയിൻ പ്രശ്നം വരുന്ന ഹോട്ടലുകാരാണ് മെയിൻ പോയത്. അവർക്ക് ഇനി തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇപ്പൊ അത്ര ഇത് ആയിട്ട് വരുന്നില്ല, ഡള്ളാണ് മൊത്തത്തിൽ. പ്രതീക്ഷിക്കുന്നുണ്ട് വരും അത്യാവശ്യം ഇപ്പൊ നമുക്ക് പോകുന്നുണ്ട്, ഒട്ടും പോണില്ലാന്ന്. പക്ഷെ എന്നാലും കഴിഞ്ഞ ഒരു ഇത് വെച്ച് നോക്കുമ്പോ നമ്മളെ കുറച്ച് ഡൗൺ ആണ്. ഈ എണ്ണയ്ക്ക് വില കൂടി തന്നെയാണ് പ്രധാന കാരണം, മെയിൻ കാരണം. അതാണ് ഏറ്റവും വലിയ തലവേദന. ഇത് അതില്ലാതെ കുഴപ്പമില്ലായിരുന്നു, കുറച്ചുകൂടി പോയാണ്. ആ വെളിച്ചെണ്ണ എത്ര 400 സംതിങ് എന്തോളം ഇപ്പൊ കിലോ ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും തലവേദന. ഇത് ചിപ്സിന് നമ്മളിപ്പോ റേറ്റ് കൊടുക്കുന്നത് 360ക്കാണ്. ഞാൻ പറ്റുള്ള ആൾക്കാർ ചിലരൊക്കെ പറയും, ചിലർ മേടിച്ചോട്ട് പോകുന്നുണ്ട്. അവിടെ ഇവിടെ റേറ്റ് ഒക്കെ ചോദിച്ച് കറങ്ങി വന്നുണ്ട്. തെറ്റില്ലാതെ കച്ചവടമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എത്ര ലിറ്റർ എണ്ണ വേണം വറുക്കാൻ? വെളിച്ചെണ്ണ 20 കിലോ 20 ലിറ്റർ വറുക്കാനായിട്ട്. ആണോ? എണ്ണയുടെ വില കൂടുതലൊക്കെ ബാധിക്കുന്നുണ്ടോ? എണ്ണയുടെ വില കൂടുതൽ മുന്നേ ബാധിച്ചിരുന്നു. ഇപ്പോൾ ഓണായതുകൊണ്ട് ചിപ്സിന് ചരക്ക് കിട്ടിയില്ലാതെ ആളുകൾക്ക് പറ്റില്ലല്ലോ. പിന്നെ ആളുകൾ നല്ല സാധനത്തിന് വില നോക്കാതെ വാങ്ങുന്നുണ്ട്. പഴയ കച്ചവടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ട് കൊച്ചറ കുറവാണല്ലേ? കുഴപ്പമില്ല. ഇതിപ്പോ നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. ആ കോർണറിലാണ് നമ്മുടെ ഫസ്റ്റ് ഷോപ്പ്. എങ്കിലും കുഴപ്പമില്ല, കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മലയാളികൾക്ക് ഓണം ഇല്ലാതെ വേറെ പരിപാടി ഇല്ലല്ലോ. അവര് വില കുറഞ്ഞു കഴിഞ്ഞാൽ അവര് തിരിച്ചു വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെ, ആൾക്കാര് വരാതിരിക്കുന്നത് ഈ വില കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം. വില കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. ആണല്ലേ? പിന്നെ ഓൺലൈനിലെ കച്ചവടം, ഓൺലൈനിൽ ഞങ്ങൾ കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ റേറ്റ് ആണ്. പക്ഷെ ആൾക്കാർ കൂടുതലും അതിനെ ആശ്രയിക്കുന്നുണ്ടല്ലോ. ഫുള്ളായിട്ട് ആശ്രയിക്കുന്നത് ഓൺലൈനാണ് ഇപ്പോഴും. ആണല്ലേ? ഇന്നത്തെ തലമുറ ഓൺലൈനാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഓണത്തിന്റെ തിരക്കൊക്കെയാണോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സാധനങ്ങൾക്കൊക്കെ തീവലയാണോ അതോ കുറവാണോ? ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ആണോ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? കച്ചവടം ഓണത്തിന്റെ തിരക്കൊന്നും അങ്ങാടെ ആയി വന്നില്ല, ഇനിയും ടൈം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കണം. എങ്ങനെയുണ്ട് വില കൂടുതലാണോ സാധനങ്ങൾക്കൊക്കെ? വില നിലവാരം നമുക്ക് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് വില നിലവാരത്തിൽ ഇപ്പൊ പൊതുവേ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല രീതിയിൽ പോകണം. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ട് കൂടുതലാണ്. അത് ഒരു കാരണമാകുന്നുണ്ടോ? ബാധിക്കുന്നുണ്ടോ കച്ചവടം? ഇപ്പൊ ഇങ്ങോട്ടുള്ളതിലേക്ക് സെയിലായിട്ടില്ല. ഇപ്പൊ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ അതിലേക്കാണ്. ഇങ്ങോട്ട് ലാസ്റ്റ് സമയത്ത് ഇങ്ങോട്ടാവുള്ളൂ. പച്ചക്കറി പലചരക്കൊക്കെ ലാസ്റ്റ് കയറും. ആൾക്കാര് പൈസ ഇല്ലെന്നാ പറയണ. പൈസ സാമ്പത്തിക മഴ പ്രശ്നമില്ല. എന്നാലും വണ്ടികളൊക്കെ ഉണ്ട്, വാഹനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കച്ചവടം കുറെ ഓൺലൈൻ ഒക്കെ പോകുന്നുണ്ട്.